ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. താൻ തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുമായി പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന യേശു, ആ ചെറുപ്പക്കാരൻ, ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ദൈവപുത്രൻ, തൻ്റെ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ സാക്ഷി നിർത്തി നിർവഹിക്കുന്ന സന്ദർഭം. എന്താണ് ആ ദൗത്യം? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം. എന്താണ് ഈ ദൈവരാജ്യം? ആരാണ് ഈ രാജ്യത്തിലെ പ്രജകൾ? ഈ രാജ്യത്തിലെ പ്രജകൾ ഹൃദയത്തിൽ ദൈവഭക്തിയും ദൈവഭയവുമുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലെ ദൈവത്തിൻ്റെ ഭരണമാണ് ദൈവരാജ്യത്തിൻ്റെ സവിശേഷത. മനുഷ്യരുടെ ഇടയിലുള്ള ദൈവിക രാജ്യത്വത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന പുത്രൻ തമ്പുരാൻ, തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിലെ ആത്മീയ ഭരണത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന യേശു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സ് കൂടുതൽ വെണ്മയും കറയില്ലാത്തതുമാക്കി തീർക്കാൻ, മനസ്സിൻ്റെ രൂപാന്തരത്തിനായി മാനസാന്തരപ്പെടുവിൻ എന്ന് ഒരുപോലെ ആഹ്വാനം ചെയ്യുന്ന സ്നാപക യോഹന്നാനും കർത്താവായ യേശു. ദൈവരാജ്യത്തിൻ്റെ അധിപൻ യേശു എന്ന രാജാവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ. ഒരു പരമ്പരാഗത യഹൂദ റബി ആയിരുന്നു യേശു എങ്കിൽ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത 12 പേർ. മീൻപിടുത്തക്കാർ, ഒരു ചുങ്കക്കാരൻ, ഒരു തീവ്രവാദി, ഒരു രാജ്യദ്രോഹി, അങ്ങനെ ആരാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത 12 പേരെ കൂടെ കൊണ്ട് നടക്കുന്ന വ്യത്യസ്തനായ ഒരു റബി, ഒരു ഗുരു, സാക്ഷാൽ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ദൈവരാജ്യത്തിൻ്റെ അധിപൻ. എന്നാൽ തൻ്റെ സുവാർത്തയുടെ സന്ദേശം പ്രചരിപ്പിക്കാനും തനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും സഭ പണിയുന്നതിനുമായി അവരെ പരിശീലിപ്പിക്കുന്ന യേശു, അവരെ അടുത്ത് ചേർത്ത് നിർത്തുന്ന യേശു. ഇന്ന് നാം ഓരോരുത്തർക്കും വലിയ യോഗ്യതകളൊന്നും ഇല്ലെങ്കിലും, എന്നാൽ ഒരുപാട് അയോഗ്യതകൾ നമുക്കുണ്ട് എങ്കിലും, നമ്മെ കാണുന്ന, നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജാവിൻ്റെ രാജ്യത്തിലെ ഒരു പ്രജയായി, ദൈവഭക്തിയിൽ അനുദിനം മുന്നേറുന്ന, ദൈവരാജ്യത്തിന് യോഗ്യനായ ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.